ഹലോ ഫ്രണ്ട്സ്, ഇന്നതാ ഞാനൊരു പായസത്തിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. നമ്മുടെ സേമിയ മിക്സ് ആണ് ഞാൻ എടുത്തത്, ഡബിൾ ഹോസിന്റെ. ഇന്നൊരു വെറൈറ്റി സേമിയ ആണ് കേട്ടോ. സാധാ സേമിയ എന്ന് വിചാരിച്ചിട്ട് ആരും കാണാതിരിക്കരുത്. കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഇന്നത്തെ സേമിയ പായസം നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പാൽ ആദ്യം തന്നെ എടുത്ത് തിളപ്പിച്ച് വെച്ചു. 1.5 ലിറ്റർ പാലാണ് തിളപ്പിച്ച് വെച്ചത്. പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ ഏകദേശം ഒരു 25 ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം നമുക്ക്. അപ്പം പാത്രം ചൂടാവുന്നതിനനുസരിച്ച് നമ്മൾ പഞ്ചസാര മെൽറ്റായി വരുന്നുണ്ട്. പഞ്ചസാര നല്ല രീതിക്ക് മെൽറ്റായി ഒന്ന് കാരമലായിട്ട് വരണം. ആ ഒരു ടെക്സ്ചറും കളറും ഒക്കെ ഒന്ന് സെറ്റായി വരണം. അപ്പോൾ അത് വരെ നമുക്ക് നല്ല രീതിക്ക് തന്നെ ഇത് ഇളക്കി കൊടുക്കാം. അപ്പം എന്തായാലും സാധാ ഇത് നമ്മൾ കാണുന്നതാണല്ലോ വിചാരിച്ചിട്ട് ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. മുഴുവനായിട്ട് കാണണം കേട്ടോ. ഇതിൽ നമ്മൾ കുറച്ച് പൊടിക്കൈകൾ ചേർക്കുന്നുണ്ട്. നമ്മുടെ പായസം എപ്പോഴും ഉണ്ടാക്കുന്നതാണെങ്കിലും അതിലൊരു വെറൈറ്റി ഒരു സുഖല്ലേ. അതുകൊണ്ട് നമുക്കത് ഒന്ന് ചെയ്ത് നോക്കാം. നമ്മുടെ പഞ്ചസാര നല്ല രീതിക്ക് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ആ കളറും കൂടി ഒന്ന് ശരിയായി വരണം. ആ കാരമൽ കളറൊന്ന് ശരിയായി വന്നാൽ നമുക്ക് അതിലേക്ക് നമ്മളെ ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം പഞ്ചസാര തന്നെ പറ്റുന്ന പോലെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് തീ ഒന്ന് കൂട്ടി കാരമലിൻ്റെ ആ ഒരു കളർ സെറ്റ് ആവാൻ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. നമ്മുടെ കാരമലിൻ്റെ കളറൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ നല്ലോണം സിമ്മാക്കിയിടാം. അതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, പെട്ടെന്ന് ചേർക്കുമ്പോൾ അത് പെട്ടെന്ന് പതഞ്ഞ് പുറത്തേക്ക് ചാടാനും മുഖത്തേക്കൊക്കെ തെറിക്കാനും ചാൻസ് ഉണ്ട്. അപ്പം എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പാലിതാ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ കുറേശ്ശെയായിട്ട്. അപ്പം കണ്ടില്ലേ, നല്ല ആവി വരുന്നുണ്ട്. നല്ലോണം പതഞ്ഞ് പൊങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ആ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. അല്ലെങ്കിൽ പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് അറിയില്ലേ, അത് സത്യമാവും കേട്ടോ. അപ്പം നമ്മളെ കാരമൽ ചെയ്ത പഞ്ചസാര മേലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പം അതിനെയും കൂടെ നമുക്ക് ആ പാലിലേക്ക് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഓൾറെഡി നല്ലോണം തിളപ്പിച്ച് വെച്ച് ചൂട് മാറാത്ത പാലാണ് കേട്ടോ. നല്ല തിളപ്പിച്ച് മാറ്റി വെച്ച ആ സമയത്തിനാണ് നമ്മൾ ഇതും ചെയ്യുന്നത്. അതുകൊണ്ട് ചൂട് മാറാത്ത പാലാണ്. അപ്പം പെട്ടെന്ന് തന്നെ തിളച്ച് വരും. അങ്ങനെ തിളച്ച് വന്ന പാലിലേക്ക് നമ്മളെ ഡബിൾ ഹോസിന്റെ സേമിയ പായസം മിക്സ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അത് ചേർത്ത് നല്ല രീതിക്ക് തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. എനിക്ക് 2 കൈ ഉള്ളത് കൊണ്ടും ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ നമ്മുടെ പായസം മിക്സും ആയതുകൊണ്ട് എനിക്ക് എന്നപ്പം ഇളക്കി കൊടുക്കാൻ പറ്റിയില്ല. നിങ്ങൾക്ക് സഹായത്തിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ പായസം മിക്സ് ചേർക്കുമ്പോൾ തന്നെ ആരെക്കൊണ്ടെങ്കിലും ഒരാളെ കൊണ്ട് ആ സ്പൂൺ വെച്ച് നല്ലോണം ഇളക്കിയാൽ കുറച്ചുകൂടെ സുഖമായിരിക്കും. അങ്ങനെ നമ്മുടെ പായസത്തിന്റെ കളറൊക്കെ കണ്ടില്ലേ, നല്ലൊരു കാരമൽ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി അതിലേക്ക് എന്ത് ചെയ്യാം, നല്ല രീതിക്ക് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പായസത്തിന് ആ സേമിയല്ലേ, സേമിയ നല്ലോണം വേവ് വേണം കേട്ടോ. അതും കൂടെ നോക്കണേ, നമ്മൾ കളറ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. നല്ലോണം പായസം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പായസം നല്ലോണം തിളച്ച് വന്ന ശേഷം ഇനി നമുക്കത് ഓഫ് ചെയ്ത് വയ്ക്കാം. നമ്മൾ തീ ഓഫ് ചെയ്തു കേട്ടോ. തീ ഓഫ് ചെയ്തതിനു ശേഷം നമ്മളെ മിഠായി മേറ്റ്, അമൂലിൻ്റെ മിഠായി മേറ്റാണ് നമ്മൾ പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അറിയാലോ, അമൂൽ മിഠായി മേറ്റ് ഒരു ടേസ്റ്റ് മേക്കർ ആണെന്നുള്ളത് അറിയാലോ. അപ്പം നമ്മൾ അത് ചേർത്ത് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ പഞ്ചസാര ഒന്നും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല. ആ കാരമലൈസ് ചെയ്ത പഞ്ചസാരയും പിന്നെ നമ്മളെ പായസം മിക്സിലുള്ള പഞ്ചസാരയും മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു മിഠായി മേറ്റ് നമ്മൾ പാകത്തിന് ചേർത്ത് നമ്മുടെ പായസത്തിന്റെ മധുരം പാകമായിട്ടിരിക്കും. അപ്പോൾ പിന്നെ നമ്മളെ പായസം മിക്സിൽ കാഷ്യൂം കിസ്മിസും ഒക്കെ ഉണ്ടെങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ കുറച്ച് കാഷ്യൂം കിസ്മിസും വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതും കൂടെ നമ്മളെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ ബട്ടറും നെയ്യൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു സ്പൂൺ ബട്ടറോ അല്ലെങ്കിൽ ഒരു സ്പൂൺ നെയ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പായസത്തിലേക്ക് ചേർക്കാം കേട്ടോ. എനിക്ക് അതിനൊന്നും ടേസ്റ്റ് വലിയ ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പം നമ്മളെ പായസം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു കപ്പിലേക്ക് എടുക്കാം. നമ്മൾ കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ പായസം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പായസം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം പായസമല്ലേ, നമുക്ക് ഈ അടുത്ത ആഴ്ചയാണല്ലോ കിട്ടൂ. അപ്പം മാക്സിമം ഞാൻ പായസം എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് കിസ്മിസ് ഇട്ടു. പക്ഷെ കിസ്മിസ് വേഗം അടിയിലേക്ക് മുങ്ങി ഓടിപ്പോയി കേട്ടോ. പക്ഷെ നമ്മളെ കാശിക്കുട്ടൻ്റെ മേളിൽ പൊങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ് ചെയ്യണം.